ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീകൃഷ്ണായ നമഃ. അമ്മേ ശരണം. അഥ സപ്തചത്വാരിംശത്തമോऽധ്യായः. ശ്രീശുക ഉവാച. തം വീക്ഷ്യ കൃഷ്ണാനുചരം വ്രജസ്ത്രിയ പ്രലംബബാഹും നവകഞ്ചലോചനം പീതാംബരം പുഷ്കരമാലിനം ലസന്മുഖാരവിന്ദം മണിമൃഷ്ടകുണ്ടലം ശുചിസ്മിതാ കോയമഭീച്യ ദർശന കുതശ്ച കസ്യാച്യുതവേഷഭൂഷണ ഇതി സ്മ സർവാ പരിവവ്രുരുത്സുകാ തമുത്തമശ്ലോകപദാംബുജാശ്രയം തം പ്രശ്രയേണാവനതാസു സത്കൃതം സംവ്രീഡഹാസേക്ഷണസൂനൃതാദിഭിः രഹസ്യപൃച്ഛന്നുപവിഷ്ടമാസനെ വിജ്ഞായ സന്ദേശഹരം രമാപദേ. ജാനീമസ്ത്വാം യദുപദേ പാർഷദം സമുപാഗതം ഭർത്രേഹ പ്രേഷിതപിത്രോർഭവാൻ പ്രിയചികീർഷയാ. അന്യഥാ ഗോവ്രജേ തസ്യ സ്മരണീയം ന ചക്ഷ്മഹേ സ്നേഹാനുബന്ധോ ബന്ധൂനാം മുനേരഭിസുദുസ്ത്യജാ. അന്യേഷ്വർത്ഥകൃതാ മൈത്രീ യാവദർത്ഥവിഡംബനം പുംഭിസ്ത്രീഷു കൃതായദ്വൽ സുമനസ്വിവ ഷട്പദൈ നിസ്വം ത്യജന്തി ഗണികാ അകൽപം നൃപതിം പ്രജാ അധീതവിദ്യാചാര്യ മൃത്യുജോ ദത്തദക്ഷിണം ഖഗാവീതഫലം വൃക്ഷം ഭുക്ത്വാ ചാതിഥയോ ഗൃഹം ദഗ്ധം മൃഗാസ്തധാരണ്യം ജാരോ ഭുക്ത്വാ രഥാം സ്ത്രിയം ഇതി ഗോപ്യോ ഹി ഗോവിന്ദേ ഗതവാകായമാനസാ കൃഷ്ണദൂതേ വ്രജം യാദേ ഉദ്ധവേ ത്യക്തലൗകികാ ഗായന്ത്യപ്രിയകർമാണി രുദത്യശ്ച ഗദഹ്രിയാ തസ്യ സംസ്മൃത്യ സംസ്മൃത്യ യാനി കൈശോരബാല്യയോ കാചിന്മധുകരം ദൃഷ്ട്വാ ധ്യായന്തി കൃഷ്ണസംഗമം പ്രിയപ്രസ്ഥാപിതം ദൂതം കൽപ്പയിത്വേദമബ്രവീത്. ഗോപ്യുവാച. മധുപകിതവബന്ധോ മാസ്പൃശാഘ്രിം സപത്ന്യാ കുജവിലുളിതമാലാ കുങ്കുമശ്മശ്രുഭിർനാം വഹതു മധുപതിസ്തന്മാനിനീനാം പ്രസാദം യദു സദസി വിഡംബ്യം യസ്യ ദൂതസ്ത്വമേദൃക് സകൃതധരസുധാം സ്വാം മോഹിനീം പായയിത്വാം സുമനസ ഇവ സദ്യസ്തത്യജേസ്മാൻ ഭവാദൃക് പരിചരതി കഥം തത്പാദപത്മം തു പത്മാ ഹ്യഭിവദ ഹൃദചേതാ ഉത്തമശ്ലോകജൽപൈ. കിമിഹ ബഹുഷഡംഗ്രേ ഗായസി ത്വം യദൂനാമധിപതിമഗൃഹാണാമഗ്രതോ ന പുരാണം വിജയസഖസഖീനാം ഗീയതാം തൽപ്രസംഗ ക്ഷപിതകുജരുജസ്തേ കൽപ്പയന്തീഷ്ടമിഷ്ടാ. ദിവി ഭുവി ചരസായാം കാ സ്ത്രിയസ്തദ്ദുരാപാ കപടരുചിരഹാസഭ്രൂവിജൃംഭസ്യ യാസ്യു ചരണരജ ഉപാസ്തേ യസ്യ ഭൂതിർവയം കാ അഭിജകൃപണപക്ഷേ ഹ്യുത്തമശ്ലോകശബ്ദാം വിസൃജ ശിരസി പാദം വേദ്മ്യഹം ചാടുകാരേ അനുനയ വിദുഷസ്തേ ഭേത്യദൗത്യേർമുകുന്ദാത്. സ്വകൃത ഇഹ വിസൃഷ്ടാപത്യപത്യന്യലോകാ വിസൃജദകൃതചേതാ കിം नु സന്ധേയമസ്മിൻ. മൃഗയുരിവ കബീന്ദ്രം വിവ്യധേ ലുബ്ധധർമാ സ്ത്രിയമകൃതവിരൂപാം സ്ത്രീജിതകാമയാനാം ബലിമഭി ബലിമത്വാവേഷ്ടയധ്വാങ്ക്ഷവദ്യസ്തദലമസിതസഖ്യേർദുസ്ത്യജസ്തൽകഥാർത്ഥ യദനുചരിതലീലാകർണപീയൂഷവിപ്രുഡ് സഹൃദധനവിധൂതദ്വന്ദ്വധർമാ വിനഷ്ടാ
സപതി ഗൃഹകുടുംബം ദീനമുത്സൃജ്യ ദീന ബഹവ ഇഹ വിഹംഗാ ഭിക്ഷുചര്യാം ചരന്തി വയമൃതമിവ ജിഹ്മവ്യാഹൃതം ശ്രദ്ധധാന കുലികരുതമിവാജ്ഞാ കൃഷ്ണവദ്ധോ ഹരിണ്യാം തദൃശുരസഹൃദേ തത്തന്നഘസ്പർശതീവ്രസ്മരരുച ഉപമന്ത്രിൻ ഭണ്യതാമന്യവാർത്ത പ്രിയസഖ പുനരാഗ പ്രേയസാ പ്രേഷിത കിം വരയ കിമനുരുന്ധേ മാനനീയോസി മേങ്കാം നയസി കഥമിഹാസ്മാൻ ദുസ്ത്യജദ്വന്ദ്വപാർശ്വം സതതമുരസി സൗമ്യ ശ്രീർവധൂ സാഗമാസ്തേ അഭിപദ മധുപുര്യാമാര്യപുത്രോധുനാസ്തേ സ്മരതി സ പിതൃഗേഹാൻ സൗമ്യബന്ധൂംശ്ച ഗോപാൻ ക്വചിദപി സകഥാന കിങ്കരീണാം ഗൃണീതേ ഭുജമകരു സുഗന്ധം മൂർധ്നധാസ്യൽ കഥാനു. ശ്രീശുക ഉവാച അഥോദ്ധവോ നിശമ്യൈവം കൃഷ്ണദർശനലാലസാ സാന്ത്വയൻ പ്രിയസന്ദേശൈർ ഗോപീരിതമഭാഷത. ഉദ്ധവ ഉവാച അഹോ യൂയം സ്മ പൂർണാർത്ഥ ഭവത്യോ ലോകപൂജിതാ വാസുദേവേ ഭഗവതി യാസാമിത്യർപ്പിതം മനാ ദാനം വ്രതതപോ ഹോമ ജപസ്വാധ്യായ സംയമൈ ശ്രേയോഭിർവിവിധൈശ്ചാന്യൈ കൃഷ്ണേ ഭക്തിർഹി സാധ്യതേ. ഭഗവത്യുത്തമശ്ലോകേ ഭവതീഭിരനുത്തമാ ഭക്തിപ്രവർത്തിതാ ദിഷ്ട്യാ മുനീനാമവിദുർലഭാ. ദിഷ്ട്യാ പുത്രാൻ പതീൻ ദേഹാൻ സ്വജനാൻ ഭവനാനി ച ഹിത്വാ വ്രണീത യൂയം യൽ കൃഷ്ണാഖ്യം പുരുഷം പരം. സർവാത്മഭാവോധികൃതോ ഭവതീനാമധോക്ഷജേ വിരഹേണ മഹാഭാഗ മഹാൻ മേനുഗ്രഹകൃതാ. ശ്രൂയതാം പ്രിയസന്ദേശോ ഭവതീനാം സുഖാവഹ യമാദായാഗതോ ഭദ്ര അഹം ഭർത്തൂരഹസ്കരാ. ശ്രീഭഗവാനുവാച ഭവതീനാം വിയോഗോ മേ നഹി സർവാത്മനാ ക്വചിൽ യഥാ ഭൂതാനി ഭൂതേഷു ഖം വായഗ്നിർജലം മഹി തഥാഹം ച മനഃപ്രാണ ഭൂതേന്ദ്രിയഗുണാശ്രയാ. ആത്മന്യേവാത്മനാത്മാനം സൃജേഹ്യന്മനുപാലയേ ആത്മമായാനുഭാവേന ഭൂതേന്ദ്രിയഗുണാത്മനാ. ആത്മാ ജ്ഞാനമയശുദ്ധോ വ്യതിരിക്തോ ഗുണാന്വയാ സുഷുപ്തി സ്വപ്നജാഗ്രദ്ഭിർ മായാവൃത്തിഭിരീയതേ. യേനേന്ദ്രിയാർത്ഥാൻ ധ്യായേത മൃഷാ സ്വപ്നവദുത്ഥിതാ തന്നിരുന്ധ്യാദിന്ദ്രിയാണി വിനിദ്ര പ്രത്യപദ്യതാ. ഏതദന്തസമാംനായോ യോഗസാഖ്യം മനീഷിണാം ത്യാഗസ്തബോധമസത്യം സമുദ്രാന്താ ഇവാവഗാ. യത്വഹം ഭവതീനാം വൈ ദൂരേ വർത്തേ പ്രിയോ ദൃശാം മനസഃ സന്നികർഷാർത്ഥം മദനുധ്യാനകാമ്യയാ. യഥാ ദൂരചരേ പ്രേഷ്ഠേ മന ആവിശ്യ വർത്തതേ സ്ത്രീണാം ച ന തഥാ ചേത സന്നികൃഷ്ടേക്ഷിഗോചരേ. മയ്യാവേശ്യ മനഃകൃത്സ്നം വിമുക്താ ശേഷവൃത്തിയൽ അനുസ്മരന്ത്യോ മാം നിത്യമജിരാൻ മാമുപൈഷ്യഥാ. യാ മയാ ക്രീഡതാ രാത്ര്യാം വനേസ്മിൻ വ്രജ ആസ്ഥിതാ അലബ്ധരാസാ കല്യാണ്യോ മാപുർമദ്വീര്യചിന്തയാ. ശ്രീശുക ഉവാച ഏവം പ്രിയതമാദിഷ്ടമാകർണ്യ വ്രജയോഷിതാ താ ഊജുരുദ്ധവം പ്രീതാ സ്ഥൽസന്ദേശാഗതസ്മൃതി. ഗോപ്യൗജു ദിഷ്ട്യാഹിതോ ഹതകംസോ യദൂനാം സാനുഗോഘകൃൻ ദിഷ്ട്യാപ്തേർലബ്ധ സർവാർത്ഥൈ കുശല്യാസ്തേച്യുതോധുനാ. കച്ചിത് ഗദാഗ്രജ സൗമ്യ കരോതി പുരയോഷിതാം പ്രീതിം ന സ്നിഗ്ധ സംവ്രീഡഃ സോദാരേക്ഷണാർച്ചിതാ. കഥം രതിവിശേഷജ്ഞ പ്രിയശ്ച വരയോഷിതാം നാനുബധ്യേത തദ്വാക്യൈർവിഭ്രമൈശ്ചാനുഭാജിതാ.
अभिस्मरति न साधो गोविन्दप्रस्तुते क्वचिल् गोष्ठीमध्ये पुरस्त्रीणां ग्राम्या स्वैरकथान्तरे ता किं निशा स्मरति यासु तदा प्रियाभिर्वृन्दावने कुमुदकुन्दशशाङ्करम्ये रेमे कोणल् चरणनोबुररासगोष्ठ्यामस्माभिरीडितमनोज्ञकथः कदाचित् अप्येष्यतीह दाशार्हस्तप्ता स्वहृदया शुजा सञ्जीवयन्नु नो गात्रैर्यथेन्द्रो वनमम्बुदै कस्मात् कृष्ण इहायादि प्राप्तराज्यो हदाहिदा नरेन्द्रकन्या उद्वाह्य प्रीतः सर्वसुहृद्वृदा किमस्माभिर्वनौ गोभिरन्याभिर्वा महात्मना श्रीपदेराप्तकामस्य क्रियेदार्थकृतात्मना परं सौख्यं हि नैराश्यं स्वैरिण्यप्याह पिङ्गळा तज्जानदीनां न कृष्णे तथाप्याशादुरत्यया क उल्सहेद सन्ध्यक्तुमुत्तमश्लोकसंविदम् अनिच्छदोऽपि यस्य श्रीरङ्गान्नच्यवदे क्वचिल् सरिच्छैलवनोद्देशां गावो वेणुरवा इमे सङ्कर्षणसहायेन कृष्णेनाचरिता प्रभो पुनः पुनः स्मारयन्ति नन्दगोपसुदम्पदा श्रीनिकेतैस्तत्पदगैर्विस्मर्तुं नैव शक्नुमः गत्या ललितयोदारहासलीलावलोकने माध्या गिरा हृदधिया कथं तं विस्मरामहे हे नाथ हे रमानाथ व्रजनाथार्तिनाशना मग्नमुद्धर गोविन्द गोकुलं वृजिनान्नवात् हे नाथ हे रमानाथ व्रजनाथार्तिनाशना मग्नमुद्धर गोविन्द गोकुलं वृजिनान्नवात् श्रीशुक उवाच ततस्ता कृष्णसन्देशैर्व्यभेदविरहज्वरा उद्धवं पूजयाञ्चक्रुर्ज्ञात्वात्मानमधोक्षजम् उवास कतिचिन्मासान् गोपीनां विनुदञ्छुजा कृष्णलीलाकथां गायन् रमयामास गोकुलं यावन्द्यहानिनन्दस्य व्रजे वाल्सील् स उद्धवा व्रजौगसां क्षणप्रायाण्यासन् कृष्णस्य वार्तया सरिद्वनगिरिद्रोणीर्वीक्षन् कुसुमिदान् द्रुमान् कृष्णं संस्मारयन् रेमे हरिदासो व्रजौगसां दृष्ट्वैव मादिगोपीनां कृष्णावेशात्मविक्लवम् उद्धव परमप्रीतस्ता नमस्यन्निदं जगौ एदा परं तनुभृदो भुवि गोपवद्धो गोविन्द एव निखिलात्मनिरूढभावा वाञ्छन्ति यल्भवभियो मुनयो वयं च किं ब्रह्मजन्मभिरनन्दकथारसस्य क्वेमा स्त्रियो वनचर्यर्व्यभिचारदुष्टा कृष्णे क्वचैष परमात्मनिरूढभावा नन्वेश्वरोऽनुभजदो विदुषोऽभि साक्षात् श्रेयस्तनोत्यगतराज इवोपयुक्ता नायं श्रियोऽङ्ग उनिदान्तरदे प्रसाद सूर्योषितां नളിनगन्धरुजां कुतोऽन्यां रासोत्सवेस्य भुजदण्डगृहीतकण्ठलब्धा शिशाम्य उदगाद्व्रजवल्लवीनाम् आसामहो चरणरेणुजुषामहं स्यां वृन्दावने किमपि गुल्मलदौषधीनां यादुस्त्यजं स्वजनमार्यपथं च हित्वा भेजुर्मुकुन्दपदवीं श्रुतिभिर्विमृग्यां या वै श्रियार्चितमजादिभिराप्तकामै योगेश्वरैरपि यदात्मनिरासगोष्ठ्यां कृष्णस्य तद्भगवतश्चरणारविन्दं न्यस्तं स्तनेषु विजहो परिरभ्यतापं वन्दे नन्दव्रजस्त्रीणां पादरेणुमभीक्ष्णशा यासां हरिकथोद्गीतं
പുനാതിഭുവനത്രയം വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതിഭുവനത്രയം. ശ്രീശുക ഉവാച അഥ ഗോപീരനുജ്ഞാപ്യ യശോദാം നന്ദമേവ ച ഗോപാനാമന്ത്രദാശാർഹോ യാസ്യന്നാരുരുഹേ രഥം തം നിർഗതം സമാസാദ്യ നാനോപായനപാണയാ നന്ദാദയോനുരാഗേണ പ്രാവോജന്നശ്രുലോചന മനസോ വൃത്തയോ നസ്യു കൃഷ്ണപാദാംബുജാശ്രയാ വാചോഭിധായിനേർനാംനാം കായസ്ഥൽപ്രഹ്വണാദിഷു കർമ്മഭിർഭ്രാമ്യമാണാനാം യത്ര ക്വാഭീശ്വരേച്ഛയാ മംഗലാചരിതേർദാനേ രതിർന്ന കൃഷ്ണ ഈശ്വരേ. ഏവം സഭാജിതോ ഗോപൈ കൃഷ്ണഭക്ത്യാ നരാധിപാ ഉദ്ധവ പുനരാഗച്ഛൻ മധുരാം കൃഷ്ണപാലിതാം കൃഷ്ണായ പ്രണിപത്യാഹ ഭക്ത്യുദ്രേകം വ്രജോഗസാം വസുദേവായ രാമായ രാജ്ഞേ ചോപായനാന്യദാത്. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഉദ്ധവപ്രതിയാനേ സപ്തചത്വാരിംശത്തമോऽധ്യായः. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പാരായണം ചെയ്തിട്ടുള്ളത് ദശമസ്കന്ധത്തിലെ 47-ാമത്തെ അധ്യായമാണ്. ഇതിനു മുമ്പത്തെ അധ്യായത്തിൽ, അതായത് 46-ാമത്തെ അധ്യായത്തിൽ ഉദ്ധവരുടെ ഗോകുലയാത്രയെക്കുറിച്ചും ആ ഗോകുലത്തിൽ ചെന്നതിന് ശേഷം അവിടെ യശോദ നന്ദഗോപന്മാരെ ആശ്വസിപ്പിക്കുന്നതും കൃഷ്ണൻ്റെ വിരഹത്തിൽ ദുഃഖിച്ച് കഴിയുകയായിരുന്നുവല്ലോ മാതാപിതാക്കൾ, അവരെ ആശ്വസിപ്പിക്കുന്നതും പിന്നീട് ഈ 46-ാം അധ്യായത്തിൽ അവസാനം പറയുന്നത് ഉദ്ധവരും നന്ദഗോപരും തമ്മിൽ ഉള്ള സംഭാഷണ മധ്യേ ഗോപികമാർ പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കുന്നതും, അതായത് വീട് വൃത്തിയാക്കുക, തൈര് കടയുക എന്നുവേണ്ട ഓരോരോ വീട്ടുജോലികൾ ചെയ്യുമ്പോഴും അവർ കൃഷ്ണമാഹാത്മ്യം പാടിക്കൊണ്ടിരിക്കുന്നതായിട്ടും വർണ്ണിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ആ ഉദ്ധവരെ കണ്ടപ്പോൾ അവർ ചിന്തിക്കുകയാണ്, മുമ്പ് കണ്ണനെ നമ്മിൽ നിന്നും അകറ്റിക്കൊണ്ടുപോയിട്ടുള്ള ആ അക്രൂരർ വീണ്ടും വന്നതാണോ എന്നാണ് ഉദ്ധവരെ പറ്റി അവർ സംശയിക്കുന്നത്. തുടർന്ന് 47-ാമത്തെ അധ്യായത്തിൽ ഉദ്ധവര് ബാക്കി കാര്യങ്ങൾ വർണ്ണിച്ചിരിക്കുന്നു. ശ്രീ സുഖബ്രഹ്മർഷി പറയുകയാണ്, സുന്ദരമായ മുഖം, പീതാംബരം, മുട്ടോളമെത്തുന്ന ബാഹുക്കൾ, താമര ഇതൾ പോലെയുള്ള നേത്രങ്ങൾ മുതലായവയോട് കൂടിയ ആ ഉദ്ധവരെ കണ്ട് ഇതാരാണെന്ന് അറിയുവാൻ ഗോപികമാർക്ക് ആകാംക്ഷയുണ്ടായി. അവർ ഉടനെ തന്നെ ഉദ്ധവ സമക്ഷം ചെന്നിട്ട് വട്ടം കൂടി നിൽക്കുവാൻ തുടങ്ങി. കൃഷ്ണൻ്റെ സന്ദേശവുമായി എത്തിയതാണ് ഉദ്ധവർ എന്നറിഞ്ഞപ്പോൾ അവർക്ക് അതിയായ സന്തോഷമുണ്ടായി. അവരുടനെ അദ്ദേഹത്തെ യഥാവിധി പൂജിച്ച് ശ്രേഷ്ഠ ആസനത്തിലിരുത്തി ഇപ്രകാരം ചോദിച്ചു, അങ്ങ് കൃഷ്ണൻ്റെ സന്ദേശവുമായി എത്തിയതാണെന്ന് ഞങ്ങൾ അറിയുന്നു. അദ്ദേഹത്തിൻ്റെ വാർത്തകൾ പിതാക്കളെ അറിയിച്ചില്ലേ? അവരല്ലാതെ സ്മരണീയമായി
ഇപ്പോൾ ഗോകുലത്തിൽ ആരാണുള്ളത്? മുനിമാർക്ക് കൂടി ബന്ധുസ്നേഹം പരിത്യജിക്കാൻ പ്രയാസമാണ്. അന്യരോടുള്ള സ്നേഹമെല്ലാം കാര്യസിദ്ധിക്ക് വേണ്ടി ഉള്ളതാണ്. ഇതേപോലെയാണ് സ്ത്രീയോട് പുരുഷനുള്ള സ്നേഹവും. വണ്ടിന് പൂവിനോടുള്ള മമത മാത്രമേ പുരുഷന് സ്ത്രീയോട് കാണുകയുള്ളൂ. ധനമില്ലാത്തവനെ ഗണികമാർ കൈവെടിയുന്നു. ദുർബലനായ രാജാവിനെ പ്രജകൾ ഉപേക്ഷിക്കുന്നു. വിദ്യ അഭ്യസിച്ചു കഴിഞ്ഞാൽ ശിഷ്യൻ ഗുരുവിനെ വെടിഞ്ഞു പോകുന്നു. ദക്ഷിണ സമർപ്പിച്ചവനെ ബ്രാഹ്മണർ കൈവെടിഞ്ഞു പോകുന്നു. കായകൾ കഴിഞ്ഞാൽ പക്ഷികൾ മരത്തെ ഉപേക്ഷിച്ചു പോകുന്നു. തീ പടർന്ന വനത്തെ മൃഗങ്ങൾ വെടിഞ്ഞു പോകുന്നു. അന്നം ഭുജിച്ചു കഴിഞ്ഞാൽ അതിഥികൾ ഗൃഹം വെടിഞ്ഞു പോകുന്നു. അതുപോലെ അനുഭവിച്ചു കഴിഞ്ഞ സ്ത്രീയെ ജാരൻ യാതൊരുവിധ സ്നേഹവും കാണിക്കാതെ ഉപേക്ഷിച്ചു പോകുന്നു. മനസ്സ്, വാക്ക്, കർമ്മം എന്നിവയെല്ലാം കൃഷ്ണനിൽ സമർപ്പിച്ച അവരിങ്ങനെ പലതും പറയുവാൻ തുടങ്ങി. ആ ഗോപികമാര് ലോകമര്യാദയും ലജ്ജയും കൈവെടിഞ്ഞ് ഉദ്ധവരുടെ മുമ്പിൽ നിന്ന് കൃഷ്ണൻ്റെ നാനാലീലകൾ ഉച്ചത്തിൽ പാടുകയും കണ്ണീർ പൊഴിക്കുകയും ചെയ്തു. ഒരുവൾ ഒരു വണ്ടിനെ കണ്ട് അതിനെ കൃഷ്ണൻ അയച്ചതാണെന്ന് കരുതി ഇപ്രകാരം പറയുവാൻ തുടങ്ങി. ഗോപിക പറയുകയാണ്, ഹേ ഭ്രമരമേ, നീ സപത്നിമാരുടെ സ്തനങ്ങളെ അലങ്കരിച്ച മാലയിൽ നിന്നും പറ്റിപ്പിടിച്ച കുങ്കുമ പാംസുകൊണ്ട് മലിനമായ താടിരോമങ്ങൾ കൊണ്ട് ഞങ്ങളുടെ പാദങ്ങളെ സ്പർശിക്കരുത്. നീ ഞങ്ങളെ സമാധാനിപ്പിക്കുവാൻ അസമർത്ഥയാണ്. നിന്റെ യജമാനനായ മധുപതി തന്നെ ഇവിടെ വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. നീ പൂക്കളിൽ നിന്ന് തേൻ നുകർന്ന് അവിടെ നിന്ന് പോകുന്നത് പോലെ അവൻ ഞങ്ങളുടെ അധരാമൃതം പാനം ചെയ്ത് ഞങ്ങളെ ഉപേക്ഷിച്ചു പോയി. ലക്ഷ്മി ദേവി എങ്ങനെയാണാവോ അവൻ്റെ പാദാംബുജങ്ങളെ നിത്യവും സേവിക്കുന്നത്? അവൻ്റെ മനം മയക്കുന്ന വാക്കുകൾ കേട്ട് അവൾ മയങ്ങിപ്പോയിരിക്കണം. ഹേ വണ്ടേ, കൃഷ്ണനെക്കുറിച്ച് ഞങ്ങൾക്ക് പണ്ടേ നല്ലതുപോലെ അറിയാവുന്നതാണ്. പിന്നെയും നീ എന്തിനാണ് അവനെക്കുറിച്ച് ഞങ്ങളോട് പറയുന്നത്? അവനിപ്പോൾ മധുരയിൽ നാരിമാരുമൊത്ത് രമിച്ചു വാഴുകയാവണം. അവൻ്റെ കള്ള പുഞ്ചിരിയും പുരികക്കൊടികളുടെ ചലനവും കണ്ടാൽ ഏത് സ്ത്രീയാണ് അതിൽ മയങ്ങി വീഴാത്തത്? ലക്ഷ്മി ദേവി കൂടി പാദസേവ ചെയ്യുന്ന അവൻ്റെ മുമ്പിൽ ഞാൻ ആരാണ്? പക്ഷേ ശ്രേഷ്ഠനായവൻ തങ്ങളെ ആശ്രയിക്കുന്നവരെ ഒരിക്കലും കൈവെടിയുകയില്ല. ഹേ വണ്ടേ, നീ എൻ്റെ കാൽക്കൽ വീണ് ക്ഷമ ചോദിക്കുകയൊന്നും വേണ്ട. കൃഷ്ണനുമായുള്ള സാമീപ്യം കൊണ്ട് നീ എല്ലാ ചതുരതയും പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചടുല വാക്യങ്ങൾ പറയുന്നതിൽ നീ സമർത്ഥനാണെന്ന് എനിക്കറിയാം. പക്ഷേ അതു കേട്ടൊന്നും ഞാൻ മയങ്ങുകയില്ല. ഞങ്ങൾ ആർക്കു വേണ്ടിയാണോ ഭർത്തൃപുത്രാദി സർവവും കൈവെടിഞ്ഞത്, ആ കൃഷ്ണനിപ്പോൾ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. ഇനി എന്തിനാണ് അവനുമായി സന്ധി ചെയ്യുന്നത്? മുമ്പവൻ കപീന്ദ്രനായ ബാലിയെ യാതൊരുവിധ ധർമ്മചിന്തയും കൂടാതെ അമ്പെയ്തു കൊന്നു. തന്നെ കാമിച്ചു വന്നവൾക്ക് അംഗവൈകല്യം നൽകി. ശ്രീരാമൻ ബലിയെ വധിച്ചതും അതുപോലെ ശൂർപ്പണഖയ്ക്ക് അംഗവൈകല്യം വരുത്തിയതുമാണ് ഇവിടെ വിവക്ഷ. ബലി നൽകിയതെല്ലാം ഭുജിച്ച ശേഷം അവനെ പാതാളത്തിലേക്ക് അയച്ചു. അതുകൊണ്ടെനിക്ക് ആ കാർവർണ്ണനുമായുള്ള സൗഹൃദം വേണ്ടേ വേണ്ട. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ മറക്കുവാൻ എനിക്ക് കഴിയുന്നുമില്ല. ഒരു തവണയെങ്കിലും അവൻ്റെ ലീലാവിലാസങ്ങൾ ശ്രവിക്കുവാൻ സാധിക്കുന്നവൻ ഗൃഹാസക്തിയും ദ്വന്ദ്വബോധവും വെടിഞ്ഞ് കേവലമൊരു ഭിക്ഷുവിനെ പോലെ സഞ്ചരിക്കും. ശ്രീശുക ബ്രഹ്മർഷി പറയുകയാണ്,
ഗോപിക ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരുന്നു. അനുനയ ചതുരനായ ഉദ്ധവരാകട്ടെ മൃദു വാക്കുകൾ കൊണ്ട് അവരെ എല്ലാം സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഗോപികമാരെ, ഭഗവാൻ കൃഷ്ണനിൽ ചിത്തമർപ്പിക്കാൻ സാധിച്ചതുകൊണ്ട് നിങ്ങൾ ഭാഗ്യവതികളും ലോകപൂജ്യകളുമാണ്. സാധാരണക്കാർക്ക് ദാനം, യജ്ഞം, തപസ്, വേദാധ്യയനം, ഹോമം, യമം, നിയമം, ശ്രദ്ധ മുതലായവ കൊണ്ടെല്ലാം മാത്രമേ ആ പരംപുരുഷനിൽ ഭക്തി ഉണ്ടാകാറുള്ളൂ. മാമുനിമാർക്ക് കൂടി ദുർലഭമായ തരത്തിലുള്ള ഭക്തി ഭഗവാനിൽ നിങ്ങൾക്കുണ്ടായത് ഭാഗ്യം കൊണ്ട് തന്നെയാണ്. പതി, പുത്ര, ബന്ധു, ഗൃഹാദികൾ സർവവും വെടിഞ്ഞാണല്ലോ നിങ്ങൾ കൃഷ്ണൻ എന്ന നാമധേയത്തോടു കൂടിയ ആ പരംപുരുഷോത്തമനെ വരിച്ചത്. വിരഹം നിമിത്തം നിങ്ങൾക്കിപ്പോൾ അദ്ദേഹത്തിൽ ഏകാന്ത ഭക്തി ഉദിച്ചിരിക്കുന്നു. അത് നേരിൽ ദർശിക്കുന്നതിനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിരിക്കുന്നു. ഭഗവാന്റെ സന്ദേശവും കൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ശ്രദ്ധയോടുകൂടി കേട്ടാലും. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞയച്ചിരിക്കുന്നു. പ്രിയ ഗോപികമാരെ, നിങ്ങൾക്കൊരിക്കലും സർവാത്മാവിനോട് വിയോഗം നേരിടേണ്ടി വരില്ല. സർവ്വതിലും പഞ്ചമഹാഭൂതങ്ങൾ വ്യാപിച്ചിരിക്കുന്നത് പോലെ സകല ചരാചരങ്ങളിലും ഞാൻ അധിവസിക്കുന്നു. ഞാൻ ത്രിഗുണാത്മികയായ എൻ്റെ മായയെ അവലംബിച്ച് ഇക്കാണുന്ന വിശ്വമഖിലവും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. ഞാൻ ആത്മാവ് കൊണ്ട് ആത്മാവിനെ ആത്മാവിൽ സൃഷ്ടിച്ച് സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നവനാണ്. ശുദ്ധ ജ്ഞാനസ്വരൂപനും ഗുണാതീതനും നിത്യശുദ്ധനും ശരീരഭിന്നനുമായി ആത്മാവ് വർത്തിക്കുന്നു. മായ കൊണ്ട് ഈ ആത്മാവിന് നാനാത്വവും ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളും അനുഭവപ്പെടുന്നു. പ്രപഞ്ച വസ്തുക്കൾ സത്യമായി തോന്നുന്നത് മനസ്സിൻ്റെ സങ്കല്പശക്തി കൊണ്ടാണ്. ഉണർന്നു കഴിഞ്ഞാൽ സ്വപ്ന വസ്തുക്കളെല്ലാം മിഥ്യയാണെന്നറിയുന്നത് പോലെ സങ്കല്പം നിലച്ചാൽ പ്രപഞ്ചവും മിഥ്യയാണെന്നറിയുന്നു. നദികളെല്ലാം സമുദ്രത്തിൽ ചെന്ന് അവസാനിക്കുന്നത് പോലെ മനീഷികൾക്ക് വേദം, യോഗം, ജ്ഞാനം, ദമം, സത്യവചനം മുതലായവയെല്ലാം മനസ്സംയമനത്തിൽ ചെന്ന് അവസാനിക്കുന്നു. ചിത്തവൃത്തികളൊടുങ്ങി സദാ എന്നെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ കണ്ണുകൾക്ക് വളരെ അകലത്തിൽ ചെന്ന് വസിക്കുന്നത്. ദൂരത്തുള്ള ഇഷ്ടവസ്തുവിൽ എന്ന പോലെ സമീപത്തിരിക്കുന്നതിൽ മനസ്സ് ചരിക്കുന്നില്ല. അതുപോലെ തന്നെ നിത്യവും ദർശിക്കാൻ കഴിയുന്ന പുരുഷനിൽ സ്ത്രീകളുടെ മനസ്സ് ധ്യാന നിമഗ്നമാകുകയില്ല. അന്യചിന്തകളെല്ലാം കൈവെടിഞ്ഞ് എന്നെ തന്നെ ധ്യാനിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാലതാമസം കൂടാതെ എന്നെ പ്രാപിക്കുവാൻ കഴിയും. വൃന്ദാവനത്തിലെ രാസലീലയിൽ എന്നോടൊപ്പം പങ്കുചേരാൻ കഴിയാതിരുന്ന നാരിമാർ എന്നെ തന്നെ ധ്യാനിച്ചിരുന്നത് മൂലം വളരെ പെട്ടെന്ന് എന്നെ പ്രാപിച്ചുവല്ലോ. ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു. ഇപ്രകാരമുള്ള കൃഷ്ണൻ്റെ സന്ദേശവാക്യം കേട്ട് ശ്രീകൃഷ്ണ സാക്ഷാത്കാര സുഖസ്മരണയോടു കൂടിയവരായിത്തീർന്ന ഗോപികമാർ ഉദ്ധവരോട് പറഞ്ഞു. യദുവൈരിയായ കംസനും കൂട്ടരും സ്വപാപകർമ്മഫലമായി തന്നെ ഹതരായി തീർന്നിരിക്കുന്നു. കൃഷ്ണൻ ബന്ധുമിത്രാദികളോടുകൂടി സർവ്വ ഐശ്വര്യങ്ങളും ഭുജിച്ച് മധുരയിൽ വസിക്കുകയല്ലേ. പുരനാരിമാരുടെ ലജ്ജ കലർന്ന മന്ദസ്മിതം, ഹാവഭാവാദികൾ മുതലായവയിൽ സന്തുഷ്ടനായ അദ്ദേഹം അവരെ വേണ്ടും വിധം രസിപ്പിക്കുന്നില്ലേ. കാമശാസ്ത്ര വിദഗ്ധകളായ പുരനാരിമാരുടെ ഹാവഭാവാദികളിൽ കൃഷ്ണൻ എങ്ങനെയാണ് മയങ്ങിപ്പോകാതിരിക്കുക? പുരനാരിമാരുമൊത്ത് സല്ലപിച്ചിരിക്കുന്ന വേളയിൽ ഗ്രാമസ്ത്രീകളായ ഞങ്ങളെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കാറുണ്ടോ ആവോ? ആമ്പലും മുല്ലയും വിടർന്നു നിൽക്കുന്ന പൂർണ്ണചന്ദ്രൻ ആകാശത്തിൽ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്ന രാത്രിയിൽ വൃന്ദാവനത്തിൽ വെച്ച് ഞങ്ങളുമായി ചേർന്ന് രമിച്ചത്
അദ്ദേഹം ഓർക്കുന്നുണ്ടോ ആവോ? കാട്ടുതീ കൊണ്ട് ദഹിച്ചുപോയ വനത്തെ ഇന്ദ്രൻ വർഷം കൊണ്ട് പുഷ്ടിപ്പെടുത്തുന്നത് പോലെ വിരഹദുഃഖം കൊണ്ട് തപിച്ചിരിക്കുന്ന ഞങ്ങളെ അംഗസ്പർശനം കൊണ്ട് സാന്ത്വനപ്പെടുത്തുവാൻ മധുവൈരി ഇങ്ങോട്ട് എന്നാണാവോ എഴുന്നള്ളുക? ശത്രുക്കളെയെല്ലാം ജയിച്ച് രാജകന്യകമാരെ പരിണയിച്ച് സുഹൃത് ബന്ധത്തോടുകൂടി മധുരയിൽ ആനന്ദത്തോടുകൂടി വസിക്കുന്ന കൃഷ്ണൻ എന്തിനാണിനി ഇങ്ങോട്ട് വരുന്നത്? സർവകാമങ്ങളും പൂർണ്ണമായിരിക്കുന്നവനും ലക്ഷ്മീപതിയുമായ അദ്ദേഹത്തിന് ഈ വനത്തിൽ വസിക്കുന്ന ഞങ്ങളെക്കൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? പിങ്കള എന്ന വേശ്യ ആശ ദുഃഖമാണെന്നും നിരാശയാണ് സുഖമെന്നും പറയുകയുണ്ടായി. അക്കഥ ഞങ്ങൾക്കറിയാമെങ്കിലും കൃഷ്ണനിലുള്ള ആശ കൈവെടിയുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇച്ഛയില്ലാത്തവനായിട്ട് കൂടി ലക്ഷ്മീദേവി ആരുടെ ഹൃദയത്തിലാണോ വസിക്കുന്നത്, ആ കൃഷ്ണൻ്റെ ചരിതാമൃതം വിസ്മരിക്കുവാൻ ആർക്കാണ് കഴിയുക? കൃഷ്ണൻ ബലരാമനൊന്നിച്ച് നടക്കുമ്പോൾ നദീതടം, താഴ്വാരം മുതലായ ഇടങ്ങളിൽ പതിഞ്ഞ കാൽപ്പാടുകൾ കാണുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കുസൃതികളും വേണുഗാനവും പശുക്കളെ മേച്ചു നടന്നതുമെല്ലാം ഓർത്തു പോകുന്നു. അദ്ദേഹത്തിൻ്റെ പുഞ്ചിരി, ആകാരഭംഗി, സുന്ദരമായ ഗമനം, മധുമൊഴി മുതലായവയൊക്കെ വിസ്മരിക്കുവാൻ ആർക്കാണ് കഴിയുക? ഹാ കൃഷ്ണ, രമാപദേ, ഗോവിന്ദ, സർവദുഃഖവിനാശക, ദുഃഖസാഗരത്തിൽ മഗ്നമായി കിടക്കുന്ന ഗോകുലത്തെ അങ്ങ് രക്ഷിക്കണമേ. ശ്രീ ശുകബ്രഹ്മർഷി തുടരുകയാണ്. കൃഷ്ണവചനത്തെ സ്മരിച്ചുകൊണ്ട് അവർ വിരഹാർത്തിയെ ഒരുവിധം ശമിപ്പിച്ചു. കൃഷ്ണൻ സർവേശ്വരൻ തന്നെയാണെന്നവർ തീരുമാനിച്ചു. കൃഷ്ണ സന്ദേശവും കൊണ്ടെത്തിയ ഉദ്ധവരെ അവർ യഥാവിധി ഉപചരിച്ചു. കൃഷ്ണലീലകൾ ആലപിച്ചും ഗോപികമാരുടെ വിരഹദുഃഖം ശമിപ്പിച്ചും ഉദ്ധവർ ഏതാനും മാസം ഗോകുലത്തിൽ വസിച്ചു. കൃഷ്ണലീലകളും വർണ്ണിച്ചുകൊണ്ട് ഉദ്ധവർ ഗോകുലത്തിൽ വസിച്ച കാലമൊക്കെയും ക്ഷണമാത്രമായേ ഗോകുലവാസികൾക്ക് അനുഭവപ്പെട്ടുള്ളൂ. ഭാഗവതോത്തമനായ ഉദ്ധവർ ഭഗവാനെയും ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഗോകുലത്തിലെ നദികളും ഗിരികളും പൂമരങ്ങളും വൃന്ദാവനവും എല്ലാം കണ്ട് ആനന്ദിച്ചു. ഗോപസ്ത്രീകളുടെ പ്രേമ വൈക്ലഭ്യം കണ്ട ഉദ്ധവർ അവരെ പ്രണമിച്ച് ഇപ്രകാരം ഒരു പാട്ടുപാടി: ശരീരധാരികളായിരിക്കുന്നവരിൽ വെച്ച് ശ്രേഷ്ഠരായിരിക്കുന്നത് ഈ ഗോപീജനങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തന്നെ. എന്തുകൊണ്ടെന്നാൽ ഇവർക്ക് ഭഗവാൻ കൃഷ്ണനിൽ രൂഢമായ പ്രേമം ഉദിച്ചിരിക്കുന്നുവല്ലോ. ഇപ്രകാരമുള്ള പ്രേമം ഉണ്ടായി വരുന്നതിനാണല്ലോ മുനിമാരും സംസാരഭീതരായ ഞങ്ങളെപ്പോലെയുള്ളവരും ആഗ്രഹിക്കുന്നത്. ഭഗവാനിൽ ശാശ്വതമായ ഭക്തി ഉദിച്ചവർ പിന്നെ ബ്രഹ്മാവിൻ്റെ ജന്മത്തെ കാക്ഷിക്കുമോ? അബലകളും വനവാസികളും വ്യഭിചാരം കൊണ്ട് ദുഷിച്ചവരുമായ ഈ ഗോപീജനങ്ങൾ എവിടെയാണ്? പരമാത്മാവായ ശ്രീകൃഷ്ണനിലെ ദൃഢമായ ഭാവബന്ധം എവിടെയാണ്? ഇവ തമ്മിൽ എന്തുമാത്രം അന്തരമാണുള്ളത്? സർവേശ്വരനായ ഭഗവാനെ സേവിക്കുന്നവൻ അജ്ഞനാണെങ്കിൽ കൂടി അവർ അറിയാതെ ദിവ്യ ഔഷധം സേവിക്കുന്നവനെ പോലെ പരമമായ ശ്രേയസ്സിനെ പ്രാപിക്കുന്നു. രാസലീലയിൽ ഭഗവാന്റെ കരങ്ങൾ കൊണ്ട് ഇരുഭാഗത്തു നിന്നും ആലിംഗനം ചെയ്യപ്പെട്ട കണ്ഠത്തോടു കൂടിയവരും അതുകൊണ്ടുതന്നെ ആപ്തകാമകളുമായ ഇവർക്ക് സിദ്ധിച്ച ഭഗവത് പ്രസാദം താമരപ്പൂവിൻ്റേതുപോലെയുള്ള സുഗന്ധത്തോടും കാന്തിയോടും കൂടിയ ദേവസ്ത്രീകൾക്കു പോലും ലഭിച്ചിട്ടില്ല. ഭഗവാന്റെ വക്ഷസിൽ ഏറ്റവും രതിയോടുകൂടിയ സാക്ഷാൽ ലക്ഷ്മീദേവിക്ക് പോലും സിദ്ധിച്ചിട്ടില്ല. ഈ ഗോപികമാരുടെ പാദരജസ്സിനെ ശിരസിൽ വഹിക്കാൻ ഭാഗ്യം സിദ്ധിച്ച വൃന്ദാവനത്തിലെ വള്ളിക്കുടിലുകൾ, വൃക്ഷലതാദികൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്നായി ഞാൻ ഭവിക്കട്ടെ. ഈ ഗോപികമാർ വെടിയാൻ പ്രയാസമേറിയവരായ സ്വജനങ്ങളെയും ധർമ്മത്തെയും ഉപേക്ഷിച്ച് വേദങ്ങൾ പോലും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ പാദകമലങ്ങളെ സർവാത്മനാ ശരണം പ്രാപിച്ചുവല്ലോ. ലക്ഷ്മീദേവിയായാലും ബ്രഹ്മാദികളാലും
ലക്ഷ്മീദേവിയാലും ബ്രഹ്മാദികളാലും ആപ്തകാമന്മാരായ യോഗീശ്വരന്മാരാലും ആരാധിക്കപ്പെടുന്നതായ ഭഗവാന്റെ പാദപത്മത്തെ രാസലീലാ സന്ദർഭത്തിൽ യഥേഷ്ടം തങ്ങളുടെ സ്ഥലങ്ങളിൽ വെച്ച് ഗാഠമായി ആലിംഗനം ചെയ്ത് സർവ്വതാപങ്ങളെയും ശമിപ്പിക്കുവാൻ ഗോപികമാർക്ക് സാധിച്ചുവല്ലോ. ആരുടെ ഭഗവത്പരങ്ങളായ പാദരേണുക്കളാണോ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ശുദ്ധീകരിക്കാൻ പര്യാപ്തമായിരിക്കുന്നത്, ആ ഗോപികമാരുടെ പാദരേണുക്കളെ ഞാൻ പിന്നെയും പിന്നെയും വന്ദിക്കുന്നു. ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു. നന്ദഗോപർ, യശോദ, ഗോപന്മാർ, ഗോപികമാർ തുടങ്ങിയവരോട് യാത്ര ചോദിച്ച് ഉദ്ധവർ തേരിൽ കയറി. അപ്പോൾ നന്ദൻ തുടങ്ങിയവർ അദ്ദേഹത്തിന് ധാരാളം കാഴ്ചവസ്തുക്കൾ സമർപ്പിച്ചു. പിന്നീട് കണ്ണീർ വാർത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളുടെ മനസ്സ് എല്ലായ്പ്പോഴും കൃഷ്ണപാദാംബുജത്തിൽ രമിക്കട്ടെ. ജിഹ്വ എപ്പോഴും ഭഗവാന്റെ നാമസ്തുതിയിൽ മുഴുകട്ടെ. ശരീരം ഭഗവാനെ നമസ്കരിക്കുക തുടങ്ങിയവയിൽ മുഴുകട്ടെ. സ്വകർമ്മഫലമായി ഞങ്ങൾ എവിടെ പോയി വേണമെങ്കിലും ജനിക്കട്ടെ. പക്ഷേ ഞങ്ങളുടെ സർവകർമ്മങ്ങളും ദാനം, സൽക്രിയകൾ തുടങ്ങിയ സർവവും കൃഷ്ണനിൽ രതിയുണ്ടാകുന്നതിന് വേണ്ടി മാത്രമായി ഭവിക്കണം. ഹേ രാജാവേ, കൃഷ്ണഭക്തിയിൽ ലയിച്ച നന്ദഗോപാദികൾ ഇപ്രകാരം പറഞ്ഞ് ഉദ്ധവരെ യാത്രയാക്കി. അദ്ദേഹം കൃഷ്ണനെ കാത്തുരക്ഷിക്കുന്ന മധുരാപുരിയിൽ എത്തിച്ചേർന്നു. ഭഗവാൻ കൃഷ്ണനെ നമസ്കരിച്ച ശേഷം ഉദ്ധവർ ഗോകുലവാസികൾക്ക് ഭഗവാനിലുള്ള പ്രേമോത്കർഷത്തെക്കുറിച്ച് വിവരിച്ചു കൊടുത്തു. പിന്നെ നന്ദഗോപർ കൊടുത്തയച്ച കാഴ്ചവസ്തുക്കൾ കൃഷ്ണനും ബലരാമനും ഉഗ്രസേനനും സമർപ്പിച്ചു. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.